ഹായ് ഫ്രണ്ട്സ്, ഷിസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം റെഡ് വെറൈറ്റീസും പിങ്ക് വെറൈറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഓരോന്നും ഞാൻ കാണിക്കുന്നുണ്ട്. വലിയ സൈസ് പ്ലാന്റ്സും ഉണ്ട്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കുഞ്ഞു പ്ലാന്റ്സും അവൈലബിൾ ആണ്. സീഡ്ലിംഗ് ടൈപ്സ് ആണ് കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ എല്ലാ വീഡിയോൻ്റെയും ഫസ്റ്റായിട്ട് തന്നെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പറിൽ മാക്സിമം മെസ്സേജ് ചെയ്യുക, കോൾസ് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഈ കാണിക്കുന്ന അഗ്ലോണിമ 100 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ കാണിക്കുന്നത് ലെമൺ ലൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത്രയും വലിയൊരു പ്ലാന്റിന് 150 ആണ് റേറ്റ് വരുന്നത്. 1 ഷൂട്ട് സ്മോൾ പ്ലാന്റിനാണെങ്കിൽ 80 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ടൈപ്പ് കലാത്തിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. 80 ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കാണിക്കുന്നത് നമ്മളുടെ പിങ്കറോറയാണ്. ഈ ഒരു പിങ്കറോറയുടെ ബിഗ് സൈസ് പ്ലാന്റും അവൈലബിൾ ആണ്, സ്മോൾ സൈസും അവൈലബിൾ ആണ്. ബിഗ് ആകുമ്പോൾ മദർ പ്ലാന്റ് ആയിരിക്കും, 2-3 ഷൂട്ട്സ് ഉള്ളതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് വരും. സ്മോൾ ആകുമ്പോൾ 80 റുപ്പീസാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഗോൾഡൻ പപ്പായ ആണ്. ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഷൂട്ടുള്ള വേറെ പ്ലാന്റ് ആണ്, വലിയ പ്ലാന്റ് ആണ്. 200 രൂപയാണ്. ക്ലിയറൻസ് സെയിലാണ്, അതുകൊണ്ടാണ് റേറ്റ് കുറവ് കേട്ടോ. നെക്സ്റ്റ് ടൈം ഈ റേറ്റിൽ തന്നെ കിട്ടണമെന്നില്ല, നമുക്ക് എടുക്കുന്ന റേറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയറൻസ് സെയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റ് ഈ ഒരു വീഡിയോയിൽ, ഈ ഓഫർ ഈ ഒരു വീഡിയോയിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ്, ബട്ടർഫ്ലൈ, ട്വിസ്റ്റഡ് ബട്ടർഫ്ലൈ എന്തോണ് പേര് വരുന്നത്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 250 രൂപയാണ് കേട്ടോ. വലിയ പ്ലാന്റ് ആണ്, എല്ലാതും വലുതാണ്. വലുതാണെങ്കിൽ വലുതെന്ന് പറയുന്നുണ്ട്. സീഡ്ലിങ്സ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം എടുത്ത് പറയും കേട്ടോ. അപ്പോൾ സൈസ് നിങ്ങൾ വീഡിയോയിൽ നോക്കി തന്നെ മനസ്സിലാക്കുക. ഫോട്ടോസ് മാക്സിമം ചോദിക്കൽ അവോയ്ഡ് ചെയ്യുക, കാരണം നമ്മൾ വീഡിയോയിൽ എല്ലാത്തിൻ്റെയും സൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ നമ്മൾ ഫോട്ടോ എടുത്ത് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫോട്ടോ ഇടുമ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, ഹാങ് ആവുകയാണ് ഫോൺ. അതാണ് കേട്ടോ. കാണിക്കുന്നത് ഫ്രോസൺ ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് റേറ്റ് വരുന്നത് 250 രൂപയാണ് കേട്ടോ. 250. നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. എല്ലാതും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഡിഫിൻ ബാച്ചിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. 30 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഓരോന്നിൻ്റെയും റേറ്റ് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും. അത് നിങ്ങൾ എത്ര പ്ലാൻസ് ആണോ എടുക്കുന്നത്, നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്നൊക്കെ അനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ ആദ്യം തന്നെ കൊറിയർ ചാർജ് എത്രയാണെന്ന് ചോദിക്കാണ്ട് പ്ലാൻസ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പറയാം കേട്ടോ. ഈ കാണിക്കുന്നത് ആർമിയാണ്, 150 ആണ് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ലെക്കാച്ചിയാണ്. ലെക്കാച്ചിയുടെ ഇത്രയും സൈസ് പോകുന്ന, അതായത് ഇപ്പോൾ എക്സ്ട്രാ ഷൂട്ടുള്ള പ്ലാന്റാണ്. 350 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ്, 80 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തിടുക, കാരണം പെട്ടെന്ന് തീർന്നു പോകും. വലുത് കാശുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോവില്ല, പക്ഷെ ചെറുത് വേഗം തന്നെ തീർന്നു പോകും. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യുന്നവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മൾ ഓർഡർ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കാണ് കൊടുക്കുക. പിന്നെ നിങ്ങൾ മാറ്റി വെച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയരുത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മളുടെ പിങ്ക് ഡയമണ്ട് ആണ്. പിങ്കിൽ വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 350 രൂപയാണ്. ഇതിൻ്റെ തന്നെ സ്മോൾ പ്ലാന്റും അവൈലബിൾ ആണ്. സ്മോൾ പ്ലാന്റ് ആകുമ്പോൾ 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 200 ആണ് റേറ്റ് വരുന്നത്. അത് ഓരോ പ്ലാനിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ, നമുക്ക് കിട്ടുന്നത് നോക്കിയിട്ട്. ഇനി ഈ കാണിക്കുന്നത് നമ്മളുടെ റെഡ് കളർ ഗ്ലോണിമയാണ്. പ്യുവർ റെഡ് ആണ് കേട്ടോ. കൂടുതൽ മെച്ചോർഡ് ആവും തോറും, വലിയ ലീവ്സ് വരും തോറും നമുക്ക് റെഡ് കളർ കയറി വരും. ഇതിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. 150. ഇത് അധികം പ്ലാൻസ് ഇല്ല, വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത് കാണിക്കുന്നത് വൈറ്റ് ആണ്. നമ്മുടെ വൈറ്റ് ഗ്ലോണിമയാണ്, സൂപ്പർ വൈറ്റ് ആണ്. വലിയ പ്ലാന്റ്സും ഉണ്ട്, സ്മോൾ പ്ലാന്റ്സും ഉണ്ട്. സ്മോൾ 150 ആണ് റേറ്റ് വരുന്നത്. 150. ഈ സൈസ് അല്ല, സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ സൈസിന് റേറ്റ് വരുന്നത് 350 ആണ്. ഇതിന് റേറ്റ് വരുന്നത് 150 ആണ്. ഈ സീഡ്ലിംഗ് വെറൈറ്റീസ് എന്ന് പറഞ്ഞത്, അതായത് റെഡ് അതുപോലെ വൈറ്റ് വരുന്ന വെറൈറ്റീസ് സീഡ്ലിംഗ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അത് ചകിരിച്ചോറിൽ പോട്ടോട് കൂടിയാണ് വരിക കേട്ടോ. ഞാൻ കാണിച്ച പ്ലാന്റ് മണ്ണിൽ നട്ടതാണ്. പോട്ടോട് കൂടി ചകിരിച്ചോറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരിക. ചെറിയ കുഞ്ഞ് നെറ്റ് പോട്ടിലാണ് വരുന്നത് കേട്ടോ. ഇനി കാണിക്കുന്നത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ.
ഇനി ബിഗോണിയാസ് ആണ് കാണിക്കുന്നത്. ബിഗോണിയാസ് എല്ലാതും റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. 1 ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും. സൈസ് ഞാൻ കാണിച്ചിട്ടില്ല, പൊതുവെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ വേണ്ടവർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ. കാണിക്കുന്നത് സിയാം ഡയമണ്ട് ആണ്. റേറ്റ് വരുന്നത് 500 രൂപയാണ്. ഇതിൻ്റെ സീഡ്ലിംഗ് ടൈപ്പ് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 200 ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊറിയർ ചെയ്യുന്നത് DTDC കൊറിയർ സർവീസാണ്. ട്യൂസ്ഡേ വെനസ്ഡേ ആണ് നമ്മൾ അയക്കുക. അപ്പോൾ ഒരു വീക്ക് മുന്നേ ഉള്ള ഓർഡേഴ്സാണ് ഈ ട്യൂസ്ഡേ വെനസ്ഡേയിൽ അയക്കുക. അതായത് നമ്മൾ സൺഡേ വരെ ബുക്ക് ചെയ്തവർക്ക്, സൺഡേക്കുള്ളിൽ ബുക്ക് ചെയ്തവർക്കാണ് നമ്മൾ ഈ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് പ്ലാൻസ് എല്ലാം അയച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ അടുത്ത ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെയാണ് അയക്കുന്നത് കേട്ടോ. സെൻസ്റ്റാർ ആണ്. സെൻസ്റ്റാറിൻ്റെ സ്മോൾ പ്ലാന്റ് അവൈലബിൾ ആണ്, മെച്ചൂർഡ് പ്ലാന്റും അവൈലബിൾ ആണ്. മെച്ചൂർഡ് ആകുമ്പോൾ 550 ആണ് വരുന്നത്, സ്മോൾ ആകുമ്പോൾ 250 ആണ്. ഇതിൻ്റെ സ്മോൾ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇത് പപ്പായയുടെ ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്, സ്മോൾ പ്ലാന്റ്സും ഉണ്ട്. വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇത് കട്ട്ലാസ് ആണ്. കട്ട്ലാസിൻ്റെ സ്മോൾ പ്ലാന്റ്സിന് 50 രൂപയാണ്. മറാന്തയാണ്. മറാന്തയുടെ സ്മോൾ പ്ലാന്റ്സിന് 50 രൂപയാണ്. ഇതുപോലുള്ളതിനൊക്കെ 50 രൂപ 30 രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഷെയർ ചെയ്യുക. ഫോട്ടോസ് ഞാൻ എടുത്തതില്ല, വീഡിയോസ് ആയിട്ടുള്ളത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ മാക്സിമം സഹകരിക്കുക കേട്ടോ. അഡീനിയം ഇപ്പോഴും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡീനിയം അടുത്ത് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് അഡീനിയം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണോ. കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലുള്ള വെറൈറ്റീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് വേഗം എടുത്തിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്ലാന്റ് കിട്ടും. നിങ്ങളിത് ഓരോന്നും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇങ്ങനെ വൈകിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്ലാൻസ് മറ്റുള്ളവർ വാങ്ങുന്നത്. നമുക്ക് നമ്മളുടെ ഒരു കൺസിഡറിൽ നമ്മൾ ആദ്യം ആരാണോ ബുക്ക് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുന്നതാണ് നമ്മൾ ബുക്കിംഗ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാരാണോ ചെയ്യുന്നത് അവർക്കാണ് ആദ്യം നമ്മൾ അയച്ചു കൊടുക്കുക കേട്ടോ. അവരെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വൈകിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതാണല്ലോ എന്ന് പണ്ട് കാര്യമില്ല. കാരണം അഡീനിയം ഒത്തിരി പേര് അങ്ങനെ പറയണ്ടായി. അവർ ഒരു ദിവസം മെസ്സേജ് അയച്ച് പിറ്റേ ദിവസം അവർ മെസ്സേജ് നോക്കുകയുള്ളൂ. അപ്പോഴേക്കും പ്ലാൻസ് തീർന്നുണ്ടായിരിക്കും. റേറ്റ് കുറഞ്ഞ പ്ലാൻസ് അത്യാവശ്യം വേഗം തന്നെ അത് സോൾഡായി പോവും. അപ്പോൾ പിന്നെ നമുക്കത് കാത്തിരിക്കേണ്ടി വരും. അടുത്തത് എപ്പോഴാണോ ഓഫർ ഉണ്ടാകുന്നത് അപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലേസ് വരുന്നത് പട്ടാമ്പിയാണ്. ഓൺലൈനായിട്ട് മാത്രമാണ് സർവീസ് ഉള്ളത്, നഴ്സറി അല്ല, വീടാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.